എൻ്റെ സ്ക്രീനിനെ പറ്റി പറയാം. എന്താണ് എൻ്റെ സ്ക്രീൻ? ഈ കാണുന്നതാണ് എൻ്റെ സ്ക്രീൻ. നമ്മുടെ വീഡിയോസിന്റെ അവസാന ഭാഗത്ത് എൻ്റെ സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് എത്ര മണിക്ക് അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്നതെന്ന്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായിട്ട് നമ്മുടെ യൂട്യൂബുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറച്ച് തിരക്കായി പോയി. നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വന്നു, അവരുടെ കൂടെയുള്ള കറക്കങ്ങളായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു വിഷയം, കുറേ ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോസിൻ്റെ താഴെ കമൻ്റായിട്ട് ചോദിച്ച കുറേ ഡൗട്ട്സ് ആണ്. പിന്നെ നമ്മുടെ വീഡിയോസിലൊക്കെ എങ്ങനെയാണ് എൻ്റെ സ്ക്രീൻ സെറ്റ് ചെയ്യുന്നത്, നമ്മുടെ വീഡിയോസിലും ഷോർട്സിലും ഒക്കെ തമ്പനെയിൽ എങ്ങനെ കൊടുക്കാം, പിന്നെ നമ്മുടെ വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് എങ്ങനെ ഐ ബട്ടണായിട്ട് കൊടുക്കാം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡൗട്ട്സ് ആണ്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. പിന്നെ മറ്റൊരു കാര്യം കുറച്ച് പേര് ഡൗട്ടായിട്ട് ചോദിച്ചത്, നമ്മുടെ വീഡിയോസും ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ടൈം ഏതാണ്, ഏത് ടൈമിൽ അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബുമായി ബന്ധപ്പെട്ട ഒത്തിരി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കയറി കണ്ട് എന്നെയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ സ്ക്രീനിനെ പറ്റി പറയാം. എന്താണ് എൻ്റെ സ്ക്രീൻ? എൻ്റെ സ്ക്രീൻ എങ്ങനെ സെറ്റ് ചെയ്യാം? നമ്മുടെ വീഡിയോസിന് എൻ്റെ സ്ക്രീൻ സെറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് കിട്ടുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഈ കാണുന്നതാണ് എൻ്റെ സ്ക്രീൻ. നമ്മുടെ വീഡിയോസിൻ്റെ അവസാന ഭാഗത്ത് നമ്മുടെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസോ സബ്സ്ക്രൈബ് ബട്ടണോ പ്ലേലിസ്റ്റ്, ഇതൊക്കെ നമുക്ക് എൻ്റെ സ്ക്രീനായിട്ട് നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ നിങ്ങൾ പല ക്രിയേറ്റേഴ്സിൻ്റെയും ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ വീഡിയോസിലൊക്കെ ഇതുപോലെ എൻ്റെ സ്ക്രീൻ കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവർ നമ്മുടെ ആ വീഡിയോ കണ്ട് തീരാറാവുമ്പോൾ നമ്മുടെ ആ വീഡിയോയിൽ എൻ്റെ സ്ക്രീൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ആ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പല വീഡിയോസും കാണാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ആ ഒരു എൻ്റെ സ്ക്രീനിൽ ടച്ച് ചെയ്താൽ നമ്മുടെ പഴയ വീഡിയോസൊക്കെ അവർക്ക് കാണാം. അതുവഴി നമ്മുടെ വ്യൂസ് കൂട്ടാനായിട്ട് കഴിയും. അതുപോലെ ഇപ്പോൾ അവർ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ നമ്മുടെ ചാനൽ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതുവഴി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് കഴിയും. ഇങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങൾ നമ്മുടെ സ്ക്രീൻ സെറ്റ് ചെയ്യുന്നതിലൂടെ ഉണ്ട്. ഇനി നമുക്ക് എന്താണ് ഐ ബട്ടൺ എന്ന് നോക്കാം. അതും നിങ്ങൾ ഈ പല യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോസ് നോക്കിയാൽ അറിയാൻ കഴിയും. അവരും ചില വീഡിയോസിലൊക്കെ പറയും, ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണായിട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ അത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു യൂട്യൂബുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ഒരു വ്യൂവേഴ്സ് കണ്ടാൽ അവർക്ക് ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വീഡിയോസ് ഡൗട്ട് കാണും. അപ്പോൾ ആ ഒരു നമ്മൾ ഐ ബട്ടണായിട്ട് കൊടുത്തിരുന്നാൽ അവർക്ക് ഡയറക്റ്റായിട്ട് ആ ഒരു ലിങ്ക് വഴി നമ്മുടെ വീഡിയോ കാണാനായിട്ട് കഴിയും. അതിലൂടെ നമ്മുടെ വീഡിയോസിൻ്റെ വ്യൂസ് കൂട്ടാനും നമ്മുടെ ചാനൽ റീച്ചാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഇനി എങ്ങനെയാണ് എൻ്റെ സ്ക്രീൻ സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഐ ബട്ടൺ സെറ്റ് ചെയ്യുന്നതൊക്കെ നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് ഈ സെറ്റിങ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ YT സ്റ്റുഡിയോ നമ്മുടെ യൂട്യൂബ് പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അത് ഇതുവരെയും ഡൗൺലോഡ് ചെയ്തെടുക്കാത്ത ആൾക്കാർ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ സെർച്ച് URL എന്ന് കാണുന്നിടത്ത് ytstudio.youtube.com എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇവിടെ മറ്റൊരു പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. അവിടെ ഫസ്റ്റ് കാണുന്ന ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇവിടെ YT സ്റ്റുഡിയോ ഇവിടെ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ സൈഡിൽ മുകളിലായിട്ട് കാണുന്ന കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും, ഞാനിവിടെ ഒരു വീഡിയോ പബ്ലിക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ സ്ക്രീൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചാനൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട എല്ലാ സെറ്റിങ്സും ചെയ്തതിന് ശേഷം, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട വിധം എന്നൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്ത ആൾക്കാർ അതൊക്കെ കയറി കാണുക. അപ്പോൾ അങ്ങനെ എല്ലാ സെറ്റിങ്സും ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്തെടുത്ത് എൻ്റെ സ്ക്രീൻ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലെങ്ങനെയാണ് എൻ്റെ സ്ക്രീൻ കൊടുക്കുക
കൊടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ എൻ്റെ സ്ക്രീൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഷെഡ്യൂൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അവിടെ സൈഡിൽ താഴെയായിട്ട് കാണുന്ന എൻ്റെ സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ മറ്റു കുറച്ച് ഓപ്ഷൻസ് ഓപ്പണായി വന്നിട്ടുണ്ട്. അവിടെ ഈ കോളം ആയിട്ട് നിങ്ങൾ കാണുന്നത്, പിന്നെ ആ ഒരു കോളത്തിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ 2 വീഡിയോസ് വേണമെങ്കിൽ എൻ്റെ സ്ക്രീനായിട്ട് കൊടുക്കാം. ഇല്ല ഒരു വീഡിയോയും ഒരു സബ്സ്ക്രൈബ് ബട്ടണും ആണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അതുമല്ല നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യണം, ഒരു വീഡിയോ, ഒരു പ്ലേലിസ്റ്റ്, ഒരു സബ്സ്ക്രൈബ് ബട്ടൺ, ഇങ്ങനെയും നമുക്ക് എൻ്റെ സ്ക്രീൻ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സെറ്റ് ചെയ്യാൻ താല്പര്യം അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യുക. ഞാനിവിടെ എൻ്റെ വീഡിയോയുടെ പിന്നെ എൻ്റെ സ്ക്രീനായിട്ട് ഞാൻ മുമ്പ് ചെയ്ത 2 വീഡിയോ ആണ് എൻ്റെ സ്ക്രീനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 2 കോളം കാണുന്ന ആ ബോക്സിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ മറ്റൊരു പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. അവിടെ ചൂസ് സ്പെസിഫിക് വീഡിയോ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കാരണം നമ്മൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ചൂസ് സ്പെസിഫിക് വീഡിയോ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസും ഷോർട്സും ഒക്കെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ സ്ക്രീനായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വീഡിയോ ഈ ഒരു പേജിൽ തന്നെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വീഡിയോ ഓപ്പണായി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മുകളിലെ സെർച്ച് യുവർ വീഡിയോസ് എന്നുള്ളിടത്ത് നിങ്ങളുടെ വീഡിയോയുടെ ടൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത വീഡിയോ ഈ ഒരു പേജിൽ കാണാനായിട്ട് കഴിയും. ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വീഡിയോ അവിടെ സെലക്ട് ആയി കഴിഞ്ഞു. ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ സ്ക്രീൻ ഇവിടെ സെലക്ട് ആയി കഴിഞ്ഞു. ഇനി അതുപോലെ അടുത്ത ബോക്സിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ബോക്സ് അവിടെ സെലക്ട് ആയി കഴിഞ്ഞു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴയ മെത്തേഡ് തന്നെയാണ്. ചൂസ് സ്പെസിഫിക് വീഡിയോ എന്നുള്ളിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഏതാണെന്ന് നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ആ പേജിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യുക. ഈ പറഞ്ഞ മെത്തേഡ് വഴി നമ്മുടെ ആ എൻ്റെ സ്ക്രീനിലുള്ള വീഡിയോസ് സെലക്ട് ചെയ്യും. അപ്പോൾ ഞാൻ രണ്ടാമതായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വീഡിയോ ഇവിടെ സെലക്ട് ആയി കഴിഞ്ഞു. മുകളിലായി കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ എൻ്റെ സ്ക്രീൻ ഇവിടെ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ മെത്തേഡിലൂടെയാണ് നമ്മുടെ എൻ്റെ സ്ക്രീൻ സെറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഐ ബട്ടൺ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ എൻ്റെ സ്ക്രീനിന്റെ താഴെ കാണുന്ന കാർഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മറ്റൊരു പേജ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഐ ബട്ടണായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ പ്ലേലിസ്റ്റോ എത്ര മിനിറ്റ് കഴിയുമ്പോഴാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യം ആദ്യം തീരുമാനിക്കുക. ഞാൻ എൻ്റെ വീഡിയോയുടെ 5 മിനിറ്റ് 20 സെക്കൻഡ് ആവുമ്പോൾ ഐ ബട്ടൺ കാണുന്ന വിധത്തിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന് താഴെയായി കാണുന്ന ആ ഒരു ലൈൻ ഞാൻ 5 മിനിറ്റ് 20 സെക്കൻഡ് എന്നുള്ള രീതിക്ക് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ ഏത് ഭാഗത്താണോ നിങ്ങളുടെ ഐ ബട്ടൺ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ടൈം ഈ ലൈനിൽ സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഐ ബട്ടണായി കൊടുക്കേണ്ട വീഡിയോ സെലക്ട് ചെയ്യാം. നിങ്ങൾക്കിവിടെ ഐ ബട്ടണായി വീഡിയോയോ പ്ലേലിസ്റ്റോ ചാനൽ ലിങ്കോ ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വീഡിയോയാണ് ഐ ബട്ടണായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിൽ വീഡിയോ എന്ന് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ മറ്റൊരു പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നേരത്തെ സെറ്റ് ചെയ്ത ടൈം ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. അതിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീഡിയോസിലൊക്കെ എൻ്റെ സ്ക്രീനും ഐ ബട്ടണും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എനിക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരാം. ഇനി കുറച്ച് പേര് ചോദിച്ച ഡൗട്ടാണ് നമ്മുടെ വീഡിയോസും ഷോർട്സും ഒക്കെ എത്ര മണിക്ക് അപ്ലോഡ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്നതെന്നൊക്കെ. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിനൊരു പ്രോപ്പർ ടൈം ഒന്നുമില്ല. പിന്നെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരു ഷോർട്ട് 1 മണിക്കോ 2 മണിക്കോ അപ്ലോഡ് ചെയ്തു എന്ന് വിചാരിക്കുക. നാളെയും ആ ഒരു ടൈം തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ നമ്മൾ ആ ഒരു പ്രോപ്പർ ടൈം കീപ്പ് ചെയ്യുന്നതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ആബ്സെന്റ് പോലും ആവാതിരിക്കുക. നമ്മൾ അറ്റൻഡൻസ് ആണ് നമുക്ക് പിന്നെ ആവശ്യം എന്ന് പറയുന്നത് പോലെ നമ്മുടെ യൂട്യൂബിൽ നമുക്കൊരു കൃത്യനിഷ്ഠ വേണം. എന്നും നമ്മുടെ ഷോർട്സ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ പിറ്റേ ദിവസവും ഷോർട്സ് ഇടുക. മുടങ്ങാതെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. പതിയെ പതിയെങ്കിലും നമ്മുടെ ചാനൽ റീച്ചാക്കി എടുക്കാനായിട്ട് നമുക്ക് കഴിയും. പിന്നെ ചില ആൾക്കാർ ചെയ്യുന്ന കണ്ടന്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ചാനൽ പെട്ടെന്ന് റീച്ച് ആവും. പിന്നെ ചില കണ്ടന്റൊക്കെ ചിലപ്പോൾ റീച്ചായി എടുക്കാനൊക്കെ കുറച്ച് താമസം
താമസം എടുക്കും. എന്നാലും നിങ്ങൾ ആ ഒരു വിഷമം വിചാരിക്കാതെ ടൈമും പിന്നെ നമ്മൾ ഡെയിലി കണ്ടിന്യൂറ്റി ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. കൈ